ഹായ് ഹലോ ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. യു എയിലെ ക്ലൈമറ്റിൻ്റെ കുഴപ്പമാണോ എൻ്റെ ഹെയറിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഹെയർ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കെയർ കൊടുക്കാം, ചെറിയൊരു പ്രോട്ടീൻ ചെയ്തിട്ട് വരാവേ. എന്താ നടക്കാന്നൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് പാർലറിൽ പോണത്. ഞാൻ പറയണത് അവർക്ക് മനസ്സിലാവോ, അവർ പറയണത് എനിക്ക് മനസ്സിലാവോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണെങ്കിൽ 2 ദിവസമായിട്ട് മഴയൊക്കെയാണ്. അപ്പോൾ നല്ല വെതറും തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ നന്ദുവിനോട് പറഞ്ഞ് 2-3 ഫോട്ടോസൊക്കെ എടുത്തരാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ നേരെ പാർലറിലോട്ട് പോയേ. റൂമിന് തൊട്ടടുത്ത് എന്തോരം സലൂൺസ് ആണെന്നറിയോ, പക്ഷെ ഒരൊറ്റ സലൂണിൽ പോലും ഞാൻ മലയാളീസിനെ കണ്ടിട്ടില്ല. സോ ഞാനൊരു 3-4 ടൈംസ് ഒക്കെ ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ വേണോ അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോയിട്ട് മതിയോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു. അതുവരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരൊറ്റ മുടി പോലും തലയിൽ കാണത്തില്ല എന്നുള്ളൊരു തോന്നി. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ നേരെ പോയി. ഞാൻ പിന്നെ ഫുള്ള് സംശയങ്ങളായിരുന്നു. അതങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അറിയാത്തൊരു സ്ഥലമായതുകൊണ്ടും കുറച്ചധികം ഹെയർ കോൺഷ്യസ് ആയതുകൊണ്ടും എനിക്ക് അതിൻ്റെതായൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി. സത്യത്തിൽ ഞാൻ ഇനി ഹെയർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കുറച്ചു കാലത്തോട്ട് ചെയ്യേണ്ടെന്നായിരുന്നു കരുതിയത്. പക്ഷേ നല്ല മോശമാവാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല, വേറൊന്നല്ല, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കേട്ടോ. അത് കഴിഞ്ഞ് റൂമിൽ പോയി റെഡിയായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുജറയിൽ വന്നിട്ട് എൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ബെസ്റ്റ് എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് ആലിഫാണ്. എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് എത്തുന്നതിന് മുമ്പേ സലാഡ് എത്തിട്ടോ. ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ടാണോ എന്നറിയില്ല, തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നല്ല ചൂട് പെപ്പർ ചിക്കൻ സൂപ്പും കൂടെ ഓർഡർ ചെയ്തു. അതൊക്കെ കുടിച്ചു. ഞാനപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ചുട്ട മസാല വറുത്തൊരു ഡിഷായിരുന്നേ. അത് നമ്മളുടെ ഒരു നാടൻ ഫ്ലേവറൊക്കെ ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ കൂടെ പൊറോട്ടയും ബട്ടർ നാനും ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഒരു 1/2 hour വെയിറ്റ് ചെയ്തെങ്കിലും നഷ്ടമൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു ഫലൂദയും പിന്നെ ഈ ഒരു ഷേക്കിൻ്റെ പേര് മറന്നുപോയി. അവക്കാഡോ മാംഗോ വാട്ടർമെലൺ ആയിരുന്നു അതിൻ്റെ ഫ്ലേവർ. രണ്ടും നല്ല കിടിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.